കാശ്മീരിനെ കുറിച്ച് ഒരുപിടി സ്വപ്നങ്ങളുമായി സീനിയർ സഞ്ചാരി അങ്ങനെ വിമാനത്തിൽ കയറിയിരുന്നു. നമുക്ക് വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ കൊച്ചിൻ എയർപോർട്ടിന്റെ മനോഹരമായ ടെർമിനൽ കാണാം. മഴ പെയ്ത് തോർന്ന വെള്ളത്തിൽ റൺവേ അങ്ങനെ കുളിച്ചു നിൽക്കുകയാണ്. ആ റൺവേയിലൂടെ വിമാനം പതുക്കെ നീങ്ങി തുടങ്ങി. വിശാലമായ റൺവേയിൽ കൂടി വിമാനം സ്പീഡെടുത്ത് യാത്ര ആരംഭിച്ചു. മൈതാനത്തെ പിന്തള്ളിക്കൊണ്ട് വിമാനം ആകാശത്തേക്കുയർന്നു. 2080 കിലോമീറ്റർ ദൂരമുണ്ട് കൊച്ചിയിൽ നിന്നും ഡൽഹിക്ക്. മനോഹരമായ ആഢ്യത്വം നിറഞ്ഞ എയർപോർട്ടാണ് ഡൽഹി എയർപോർട്ട്. വിവിധ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച എയർപോർട്ട്. സൂര്യ നമസ്കാര ആസനങ്ങൾ, ഹസ്തമുദ്രകൾ എന്നിവ ഇവിടെ പ്രധാനപ്പെട്ട ശില്പങ്ങളാണ്. ഡൽഹി എയർപോർട്ടിൽ നിന്നും അധികം വൈകാതെ ശ്രീനഗർ ഫ്ലൈറ്റ് യാത്ര ആരംഭിച്ചു. ഹിമാലയ സാനുക്കളുടെ ലോകത്തേക്കുള്ള യാത്ര. എയർപോർട്ടിലിറങ്ങി ഞങ്ങൾക്ക് വേണ്ടി മാത്രം തയ്യാറായി നിന്ന ബസ്സിൽ കയറി ശ്രീനഗർ എന്ന ടൂറിസം കേന്ദ്രം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. തെളിഞ്ഞ നീലാകാശത്ത് അങ്ങിങ്ങായി വെൺമേഘക്കീറുകൾ കാണാം. തൂപികാഗ്രത വൃക്ഷങ്ങൾ. അത് കാശ്മീരിന്റെ മാത്രം പ്രത്യേകതയാണ്. പിറകിൽ ധലം നദി ഒഴുകുന്നു. ഭംഗിയാർന്ന കെട്ടിടങ്ങളും ഒട്ടും പൊടിശല്യമില്ലാത്ത തണുത്ത അന്തരീക്ഷവും. പച്ചപ്പാർന്ന പുൽത്തകിടിയും വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളേന്തി നിൽക്കുന്ന വൃക്ഷങ്ങളും എവിടെയും കാണാം. അങ്ങുദൂരെ മടക്കുകളായി കിടക്കുന്ന മലനിരകൾ കൂടുതൽ വ്യക്തമായി തുടങ്ങി. ധലം നദിയിൽ ഹൗസ് ബോട്ടുകൾ കണ്ടു തുടങ്ങി. ഹൗസ് ബോട്ടുകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി നിശ്ചലമായി കിടക്കുകയാണ്. കാശ്മീർ താഴ്വരകൾക്ക് ഇത്രയധികം ഭംഗി നൽകുന്നത് ഈ പൂന്തോട്ടങ്ങളാണ്. തോക്കുധാരികളായ പട്ടാളക്കാർ അവിടെയായി സുരക്ഷാ ഡ്യൂട്ടി നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കാശ്മീരിന്റെ ഉൾനാടുകളിലെ തടാകത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജലാശയത്തിൽ കൊതുമ്പുവെള്ളം പോലെ തോന്നിക്കുന്ന ചെറുതോണികളുടെ നിരയാണ്. ചെറുകിട കച്ചവടക്കാരുടെ തോണികളാണ് ഇവ. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിന്റെ ഏറ്റവും വലിയ സിറ്റിയാണ് ശ്രീനഗർ. യാത്രയുടെ വിരസത അകറ്റി വിവിധ കാഴ്ചകൾ കണ്ട് ബസ് എത്തിച്ചേർന്നത് പ്രശസ്തമായ ഹോട്ടൽ റോയൽ ബാറ്റുവിന്റെ മുമ്പിലാണ്. നാളെ മുതൽ കാഴ്ചകൾ തുടങ്ങണം. നാളെ രാവിലെ തന്നെ ധാൽ തടാകത്തിലെ യാത്രയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.